ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സതി എന്ന പേരിൽ ജീവനുള്ള സ്ത്രീകളെ ചിതയിലേറി അഗ്നിക്കിരയാക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായി കരുതിയിരുന്ന ഒരു കാലം. സ്വന്തം പെൺകുഞ്ഞിനെ ജനിച്ചയുടനെ കൊന്നുകളയുന്നത് വലിയ തെറ്റല്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം. ശരിക്കും കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഇന്ത്യയുടെ സാമൂഹിക അവസ്ഥ ഇതായിരുന്നു. അതെ, വളരെ ദയനീയമായൊരവസ്ഥ. തീർച്ചയായും 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ള ആ ഇന്ത്യയെ അന്നത്തെ യൂറോപ്പുമായി നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കണം. 18-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലൂടെയും മറ്റും യൂറോപ്പ് വലിയൊരു കുതിച്ചുചാട്ടം നടത്തിയപ്പോൾ നമ്മൾ തികഞ്ഞ അന്ധവിശ്വാസങ്ങളുടെയും മുരടിച്ച സാമൂഹിക വ്യവസ്ഥിതിയുടെയും അഴുക്കുജാലിൽ കിടക്കുകയായിരുന്നു എന്ന് പറയേണ്ടിവരും. ശരിയാണ്. ആക്ച്വലി അക്കാലത്ത് മതം എന്നത് പലപ്പോഴും അധികാരമുള്ളവർക്ക് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനുള്ളൊരു ഉപകരണം മാത്രമായിരുന്നു. ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത നിയമങ്ങളായി മാറി. ഈയൊരു സാഹചര്യത്തിലാണ് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു വഴിത്തിരിവ് സംഭവിക്കുന്നത്. അതായത് ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ കടന്നുവരവ്. മുൻകാലങ്ങളിൽ ഇന്ത്യയിലേക്ക് വന്ന അധിനിവേശകർ ഒന്നുകിൽ നമ്മുടെ സംസ്കാരത്തിൽ ലയിച്ചു ചേർന്നു, അല്ലെങ്കിൽ നമ്മളുമായി ഇടകലർന്നു ജീവിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവർ ഒരു രാഷ്ട്രീയ അധിനിവേശം മാത്രമായിരുന്നില്ല. അതൊരു സാംസ്കാരികവും ആശയപരവുമായ വലിയൊരു പ്രഹരം കൂടിയായിരുന്നു. പൂർണ്ണമായും വ്യത്യസ്തമായ, യുക്തിയിൽ അധിഷ്ഠിതമായ ഒരു പാശ്ചാത്യ സംസ്കാരമാണ് അവർ കൊണ്ടുവന്നത്. ചരിത്രവസ്തുതകളുടെയും ആശയങ്ങളുടെയും വിശദമായ ഈ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ UPSC അതുപോലെ കേരള PSC പോലുള്ള ബിരുദതല പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ഈ ചർച്ച നിങ്ങൾക്ക് വളരെ നിർണായകമാണ്. 19-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. തീർച്ചയായും. ഈ ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യം ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായ ഒരു വിഭാഗത്തിൽ വലിയൊരു തിരിച്ചറിവുണ്ടാക്കി. ഇത്രയും വലിയൊരു രാജ്യത്തെ ഒരുപിടി വിദേശികളായ കച്ചവടക്കാർക്ക് എങ്ങനെ കീഴടക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം അവർ സ്വയം ചോദിച്ചു തുടങ്ങി. അതെ, നമ്മുടെ സ്വന്തം സാമൂഹിക ഘടനയിലെ ദൗർബല്യങ്ങളും വിഭജനങ്ങളുമാണ് ഈ അടിമത്തത്തിന് കാരണമെന്നവർ മനസ്സിലാക്കി. അവിടെ നിന്നാണല്ലോ ബുദ്ധിജീവികൾക്കിടയിൽ വലിയൊരു ആശയപരമായ മാറ്റം സംഭവിക്കുന്നത്. കറക്റ്റ്. വെറുതെ പഴയ കാര്യങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല അവർ ചെയ്തത്, മറിച്ച് പുതിയ ചില ആശയങ്ങളെ അവർ ആയുധമാക്കി. അതായത് യുക്തിചിന്ത അല്ലെങ്കിൽ റാഷണലിസം, സാർവത്രിക മതം അഥവാ റിലീജിയസ് യൂണിവേഴ്സലിസം, പിന്നെ മാനവികത. ഇവയായിരുന്നു ആ പുതിയ ആശയങ്ങൾ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പേര് രാജാറാം മോഹൻ റോയിയുടേതാണ്. തീർച്ചയായും. അദ്ദേഹം കാര്യകാരണ സിദ്ധാന്തത്തിൽ, അതായത് പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റിയിൽ അടിയുറച്ചു വിശ്വസിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു കാര്യം തുടർന്നു വരുന്നു എന്നതുകൊണ്ട് മാത്രം അത് ശരിയാകണമെന്നില്ലെന്നും, ഏതൊരു കാര്യത്തിനും യുക്തിസഹമായ ഒരു കാരണമുണ്ടെന്നും അത് തെളിയിക്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. അക്കാലത്തെ യാഥാസ്ഥിതിക സമൂഹത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ശരി, നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. കേടായ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തെ പഴയ ഹാർഡ്വെയർ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ സോഫ്റ്റ്വെയർ, അതായത് ഇവിടെ യുക്തിചിന്ത എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റീബൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ആയിരുന്നില്ലേ ഇത്? ആക്ച്വലി അതൊരു നല്ല ഉദാഹരണമാണ്. അല്ലേ? അവർ ഇന്ത്യൻ പാരമ്പര്യത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല, എന്നാൽ അതിലെ അബദ്ധങ്ങളെ തിരുത്താൻ അവർ പാശ്ചാത്യ യുക്തിചിന്തയെ ഉപയോഗിച്ചു. ഇപ്പോൾ അക്ഷയ് കുമാർ ദത്തിനെപ്പോലുള്ളവർ ഇതിൽ സ്വീകരിച്ച രീതി വളരെ വ്യത്യസ്തമായിരുന്നു. അല്ലേ? ശൈശവ വിവാഹം പോലെയുള്ള അനാചാരങ്ങളെ എതിർക്കാൻ അദ്ദേഹം വേദങ്ങളെയോ പുരാണങ്ങളെയോ അല്ല കൂട്ടുപിടിച്ചത്, മറിച്ച് മെഡിക്കൽ സയൻസിനെയാണ്. ഒരു പെൺകുട്ടിയുടെ ശരീരശാസ്ത്രം ഇത്തരം വിവാഹങ്ങൾക്ക് എങ്ങനെ എതിരാകുന്നു എന്ന് ശാസ്ത്രീയമായി അദ്ദേഹം വിശദീകരിച്ചു. വളരെ ശരിയാണ്. അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് സ്വാമി വിവേകാനന്ദന്റെയും സർ സയ്യദ് അഹമ്മദ് ഖാന്റെയും നിലപാടുകൾ. ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ കേവലം ഭൗതിക കാര്യങ്ങളിൽ മാത്രമല്ല മതത്തിലും പ്രയോഗിക്കണം എന്ന് സ്വാമി വിവേകാനന്ദൻ വാദിച്ചു. മറുവശത്ത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ഇസ്ലാമിക ആശയങ്ങളെ ആധുനിക കാലഘട്ടത്തിനനുസൃതമായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. ഓഹോ. അതെ, എല്ലാ പ്രവാചകന്മാർക്കും ഒരേ ദീൻ അഥവാ വിശ്വാസമാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. മതങ്ങളെല്ലാം അടിസ്ഥാനപരമായി ഒന്നാണെന്ന ഈ സാർവത്രിക മതചിന്ത സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. പിന്നെ ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ നവീകരണ പ്രസ്ഥാനങ്ങൾക്കൊന്നും നേതൃത്വം നൽകിയത് പഴയ രാജാക്കന്മാരോ പരമ്പരാഗത ഭൂപ്രഭുക്കളോ വ്യവസായികളോ അല്ലായിരുന്നു എന്നതാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച പുതിയൊരിടത്തരം വർഗത്തിൽ,
അതായത് ഒരു പുതിയ മിഡിൽ ക്ലാസ്സിൽ നിന്നുമാണ് ഇവരുണ്ടായത്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥരും അഭിഭാഷകരും പത്രപ്രവർത്തകരുമൊക്കെ. കറക്റ്റ്. ഈ പുതിയ ബുദ്ധിജീവി വർഗത്തിന് സമൂഹത്തിന്റെ അടിത്തട്ടിലെ പ്രശ്നങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും അതേസമയം ഭരണകൂടത്തോട് സംവദിക്കാനും കഴിഞ്ഞു. തത്വചിന്തകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ ആശയങ്ങൾ പ്രായോഗിക തലത്തിൽ എങ്ങനെ നടപ്പിലാക്കി എന്നതാണ് നാം ഇനി മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് അന്നത്തെ സമൂഹത്തിൽ ജനനം മുതൽ മരണം വരെ ഏറ്റവും കൂടുതൽ ശോഷണം ചെയ്യപ്പെട്ടിരുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിനായി അവർ നടത്തിയ പോരാട്ടങ്ങൾ. തീർച്ചയായും. ഈ നവീകരണ പ്രസ്ഥാനങ്ങളെ അവയുടെ പ്രവർത്തന രീതി അനുസരിച്ച് പ്രധാനമായും 2 ധാരകളായിട്ടാണ് ചരിത്രകാരന്മാർ തിരിക്കുന്നത്. നവീകരണവാദികൾ അഥവാ റീഫോമിസ്റ്റ്സ്, പുനരുജ്ജീവനവാദികൾ അഥവാ റിവൈവലിസ്റ്റ്സ്. അതെ. ബ്രഹ്മസമാജം, പ്രാർത്ഥനാ സമാജം, അലിഗഡ് പ്രസ്ഥാനം എന്നിവർ നവീകരണവാദികളിൽ വരും. അവർ ആധുനികതയെയും യുക്തിയെയും കൂടുതൽ സ്വാഗതം ചെയ്തു. എന്നാൽ ആര്യസമാജം, ദിയോബന്ദ് പ്രസ്ഥാനം എന്നിവർ ശരിയാണ്. ഈ 2 കൂട്ടരും സഞ്ചരിച്ച വഴികൾ വ്യത്യസ്തമായിരുന്നെങ്കിലും സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തമാക്കുക എന്ന ലക്ഷ്യം ഒന്നായിരുന്നു. ഈ പ്രസ്ഥാനങ്ങൾ നേരിട്ട ഏറ്റവും വലിയ സാമൂഹിക പ്രതിസന്ധി സ്ത്രീകളുടെ അവസ്ഥ തന്നെയായിരുന്നു. ജനിക്കുന്ന കുഞ്ഞു പെണ്ണാണെങ്കിൽ അത് കുടുംബത്തിനൊരു ഭാരമായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്തൊരവസ്ഥയായിരുന്നു അല്ലേ? അതെ. ഇതിനെതിരെയുള്ള പോരാട്ടം തുടങ്ങുന്നത് നിയമനിർമ്മാണങ്ങളിലൂടെയാണ്. 1829-ൽ ബംഗാളിൽ സതി നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടു. റെഗുലേഷൻ 17 എന്നാണ് നിയമം അറിയപ്പെടുന്നത്. ഈ രാജാ റാം മോഹൻ റോയിയുടെ സ്വന്തം സഹോദരന്റെ ഭാര്യയെ ചിതയിലേരിപ്പിച്ച സംഭവം അദ്ദേഹത്തിലുണ്ടാക്കിയ വലിയ മാനസികാഘാതമാണ് ഇത്തരമൊരു നിരന്തരമായ പോരാട്ടത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. കറക്റ്റ്. ആ ഒരു പേഴ്സണൽ ട്രാജഡി അദ്ദേഹത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. പിന്നീട് ഈ നിയമം മദ്രാസ്, ബോംബെ പ്രസിഡൻസികളിലേക്കും വ്യാപിപ്പിച്ചു. അതുപോലെ പെൺഭ്രൂണഹത്യ തടയുന്നതിനായി 1795, അതുപോലെ 1804 വർഷങ്ങളിൽ ബംഗാൾ റെഗുലേഷനുകൾ കൊണ്ടുവന്നു. എന്നാൽ അതുകൊണ്ടും ഈ ക്രൂരത അവസാനിച്ചില്ല. പിന്നെന്ത് സംഭവിച്ചു? ഒടുവിൽ 1870-ൽ പാസാക്കിയ നിയമപ്രകാരം ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കി. പെൺകുട്ടികൾ ജനിച്ചയുടനെ കാണാതാകുന്നത് തടയാനും അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്താനുമാണ് ഈ രജിസ്ട്രേഷൻ കർശനമാക്കിയത്. ഇനി വിധവകളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അത് അതിലും ദയനീയമായിരുന്നു. സമൂഹത്തിലെ വിലക്കുകൾ കാരണം തലമുണ്ടനം ചെയ്ത് ഇരുട്ടറകളിൽ നരകിച്ച് ജീവിക്കേണ്ടി വന്ന ബാലവിധവകളുടെ ജീവിതം മാറ്റിയെഴുതാൻ മുന്നിട്ടിറങ്ങിയത് ഈശ്വർചന്ദ്ര വിദ്യാസാഗറാണ്. അതെ. വിധവാ വിവാഹം മതത്തിനെതിരല്ലെന്ന് വാദിച്ചു. യാഥാസ്ഥിതികരുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ടും അദ്ദേഹം പിന്മാറിയില്ല. അദ്ദേഹത്തിന്റെ ദീർഘനാളത്തെ പോരാട്ടത്തിന്റെ ഫലമായാണ് 1856-ൽ ഹിന്ദു വിധവാ വിവാഹ നിയമം പാസാക്കപ്പെട്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുമൊരു നിയമം കൊണ്ട് മാത്രം സമൂഹം മാറില്ലെന്ന് ഈ നവീകരണ നായകർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവർ സ്വന്തം ജീവിതം തന്നെ മാതൃകയാക്കി. മഹാരാഷ്ട്രയിൽ പ്രൊഫസർ DK കാർവേ 1893-ൽ ഒരു വിധവയെ വിവാഹം കഴിച്ചുകൊണ്ട് സമൂഹത്തെ ഞെട്ടിച്ചു. വാവ്, അതൊരു വലിയ സ്റ്റെപ്പായിരുന്നു. തീർച്ചയായും. അദ്ദേഹം വിധവകൾക്കായി പൂനെയിലൊരു വിഡോസ് ഹോം ആരംഭിക്കുകയും അവർക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു. ഗുജറാത്തിൽ കർസൻദാസ് മുൾജി 1852-ൽ സത്യപ്രകാശ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് തന്നെ വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാനും സമൂഹത്തെ ബോധവൽക്കരിക്കാനുമായിരുന്നു. പിന്നെ ദക്ഷിണേന്ത്യയിൽ മദ്രാസിൽ വീരേശലിംഗം പന്തുലുവും മഹാരാഷ്ട്രയിൽ വിഷ്ണു ശാസ്ത്രി പണ്ഡിറ്റും ഈ മേഖലയിൽ സമാനമായ വലിയ സംഭാവനകൾ നൽകി. ഇതിനെല്ലാം പുറമെയാണ് ശൈശവ വിവാഹം എന്ന വലിയൊരു വിപത്ത്. വെറും 10-12 വയസ്സുള്ള പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു വിടുക എന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല. ഇല്ല, ഒട്ടും കഴിയില്ല. 1872-ലെ നേറ്റീവ് മാരേജ് ആക്ട് ഇതിനൊരു തുടക്കമായിരുന്നുവെങ്കിലും കൂടുതൽ ശക്തമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത് പാഴ്സി സമുദായത്തിൽ നിന്നുള്ള BM മലബാറിയാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നതിനായി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ യാഥാസ്ഥിതിക ഹിന്ദുക്കളിൽ നിന്നും വലിയ എതിർപ്പുകൾ ക്ഷണിച്ചുവരുത്തി. തങ്ങളുടെ മതപരമായ കാര്യങ്ങളിലെ കടന്നുകയറ്റമാണ് അവരതിനെ കണ്ടത്. അതെ. എങ്കിലും മലബാറിയുടെ വിശ്രമമില്ലാത്ത പോരാട്ടത്തിന് ഫലമായി 1891-ൽ ഏജ് ഓഫ് കൺസെന്റ് ആക്ട് പാസാക്കി.
പെൺകുട്ടികളുടെ വിവാഹപ്രായം 12 ഇതിൽ നിശ്ചയിച്ചു. അതിനുശേഷം വളരെ വൈകി 1930-ലാണ് പ്രസിദ്ധമായ ശാരദ ആക്ട് വരുന്നത്. ഇത് ആൺകുട്ടികൾക്ക് 18ഉം പെൺകുട്ടികൾക്ക് 14ഉമായി വിവാഹപ്രായം ഉയർത്തി. ശരിയാണ്. ഇതിനൊപ്പം തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാനും അവർ ശ്രമിച്ചു. 1819-ലെ കാൽക്കറ്റ ഫീമെയിൽ ജൂവനൈൽ സൊസൈറ്റി, 1849-ൽ ബേഥൂൺ സ്ഥാപിച്ച ബേഥൂൺ സ്കൂൾ, 1916-ൽ DK കാർവേ സ്ഥാപിച്ച ഇന്ത്യൻ വുമൺസ് യൂണിവേഴ്സിറ്റി എന്നിവ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. സ്ത്രീകളെ പഠിപ്പിച്ചാൽ കുടുംബം നശിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിലാണ് ബേഥൂണിനെ പോലുള്ളവർ സാമൂഹിക ബഹിഷ്കരണം പോലും നേരിട്ട് ഇത്തരം സ്കൂളുകൾ നടത്തിയത് എന്നത് നാം ഓർക്കണം. തീർച്ചയായും. പക്ഷേ എനിക്കിവിടെ ചെറിയൊരു സംശയമുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞ പേരുകളെല്ലാം പുരുഷന്മാരുടേതാണ്. രാജാ റാം മോഹൻ റോയ്, വിദ്യാസാഗർ, DK കാർവേ, മലബാരി. പുരുഷന്മാർ മാത്രമാണോ സ്ത്രീകളെ ഉദ്ധരിക്കാൻ ശ്രമിച്ചത്? ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൗതുകകരമാകുന്നതല്ലേ? അതെ, വളരെ കൃത്യമായൊരു ചോദ്യമാണത്. വിദ്യാഭ്യാസം ലഭിച്ചു തുടങ്ങിയതോടെ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സ്ത്രീകൾ സ്വയം സംഘടിച്ചു മുന്നോട്ടു വരുന്നതാണ് നാം ചരിത്രത്തിൽ കാണുന്നത്. വളരെ നിർണായകമായൊരു ചരിത്രമുഹൂർത്തമാണത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ സ്ത്രീകൾ തങ്ങളുടെ ശബ്ദം കേൾപ്പിച്ചു തുടങ്ങി. 1910-ൽ സർലാദേവി ചൗധുറാണി അലഹബാദിൽ സ്ഥാപിച്ച ഭാരത് സ്ത്രീ മഹാമണ്ഡലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വലിയ വനിതാ സംഘടനയായി കണക്കാക്കപ്പെടുന്നത്. സർലാദേവിയുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമായിരുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പുരുഷന്മാർ ഇപ്പോഴും പഴയ യാഥാസ്ഥിതിക ചിന്താഗതികളുടെ, അതായത് മനുവിന്റെ തണലിലാണ് ജീവിക്കുന്നത് എന്ന് അവർ തുറന്നടിച്ചു. പുരുഷന്മാരുടെ സഹതാപമല്ല, മറിച്ച് സ്ത്രീകളുടെ സ്വയം പര്യാപ്തതയാണ് ആവശ്യം എന്നവർ വാദിച്ചു. വളരെ ശക്തമായൊരു നിലപാടാണത്. അതെ. പിന്നെ 1904-ൽ രമാഭായ് റാനഡെ ബോംബെയിലെ ലേഡീസ് സോഷ്യൽ കോൺഫറൻസ് സ്ഥാപിച്ചു. അതുപോലെ പണ്ഡിത രമാഭായ് സരസ്വതി രൂപീകരിച്ച ആര്യ മഹിളാ സമാജം വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവരാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കമ്മീഷന് മുമ്പാകെ ഇന്ത്യൻ സ്ത്രീകൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം നൽകണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചത്. ഓഹോ, അവരായിരുന്നല്ലേ അത് ചെയ്തത്? അതെ. പിന്നീട് 1927-ൽ മാർഗരറ്റ് കസിൻസ് സ്ഥാപിച്ച ഓൾ ഇന്ത്യ വുമൻസ് കോൺഫറൻസ് ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ജനനമോ ലിംഗഭേദമോ അല്ല, മറിച്ച് തുല്യനീതിയും അവസരങ്ങളുമാണ് ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനമാകേണ്ടത് എന്ന് അവർ ശക്തമായി വാദിച്ചു. സ്ത്രീകളെ അടിച്ചമർത്തുന്ന ആചാരങ്ങൾക്കെതിരെ പോരാടുന്നത് ഒരു തുടക്കം മാത്രമായിരുന്നു. കാരണം ഈ അനാചാരങ്ങൾക്കെല്ലാം വളം വെച്ചുകൊടുക്കുന്ന മനുഷ്യനെ ജനനത്തിന്റെ പേരിൽ തരംതിരിക്കുന്ന മറ്റൊരു വലിയ അർബുദം അന്ന് സമൂഹത്തിലുണ്ടായിരുന്നു. അതാണ് ജാതിവ്യവസ്ഥ. ശരിയാണ്. ചാതുർവർണ്ണ വ്യവസ്ഥ അടിസ്ഥാനമാക്കി ജനനം തൊട്ടും മരണം വരെ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടിരുന്ന കാലം. ഒരാൾ എന്തു തൊഴിൽ ചെയ്യണം, എവിടെ താമസിക്കണം, എന്തു ഭക്ഷണം കഴിക്കണം, എന്തിന് പൊതുവഴിയിലൂടെ നടക്കാമോ, കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാമോ എന്നതുവരെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരുന്നു. ഈ ജാതി വ്യവസ്ഥയുടെ ഉരുക്കുമുഷ്ടി തകർക്കാൻ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ചില പരോക്ഷമായ മാറ്റങ്ങൾ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതവർ ഇന്ത്യക്കാരെ ഉദ്ധരിക്കാൻ കരുതിക്കൂട്ടി ചെയ്തതായിരുന്നില്ല. അതായത് ഉദാഹരണത്തിന് സ്വകാര്യ സ്വത്തവകാശം എന്ന ആശയം. മുമ്പ് ഭൂമി പൂർണ്ണമായും ഒരു സമുദായത്തിന്റെയോ പരമ്പരാഗത അധികാരവർഗത്തിന്റെയോ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് നിയമപ്രകാരം ഭൂമി സ്വകാര്യ സ്വത്തായി മാറുകയും പണമുള്ള ആർക്കും അത് വാങ്ങാനും വിൽക്കാനുമുള്ള അവകാശം വരികയും ചെയ്തതോടെ ജാതിയും പരമ്പരാഗത തൊഴിലുകളും തമ്മിലുള്ള ബന്ധത്തിന് വലിയ ഇളക്കം തട്ടി. കൂടാതെ എല്ലാവർക്കും തുല്യമായ ക്രിമിനൽ നിയമം എന്ന ബ്രിട്ടീഷ് രീതി വന്നതോടെ പഴയ ജാതി പഞ്ചായത്തുകളുടെ അധികാരം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ട്രെയിനുകൾ പോലുള്ള പുതിയ യാത്രാമാർഗങ്ങൾ വന്നപ്പോൾ ആളുകൾക്ക് ജാതി നോക്കാതെ ഒരേ കമ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടി വന്നു. ഈ സാങ്കേതിക വിദ്യകളും നിയമങ്ങളും ജാതിവ്യവസ്ഥയുടെ അടിത്തറ തോണ്ടാൻ തുടങ്ങി. സാങ്കേതിക വിദ്യ എങ്ങനെയാണ് സമൂഹത്തെ അബദ്ധവശാൽ നവീകരിക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണത്. പക്ഷേ ഇതൊന്നും പോരായിരുന്നു. ഈ വിവേചനത്തിന്റെ കാഠിന്യം അനുഭവിച്ചറിഞ്ഞ വലിയ നേതാക്കൾ ശക്തമായ പ്രസ്ഥാനങ്ങളുമായി രംഗത്തു വന്നു.
അതെ. മഹാരാഷ്ട്രീയരെ ജ്യോതിറാവു ഫുലെയുടെ പോരാട്ടം ഇതിൽ എടുത്തു പറയേണ്ടതാണ്. ഒരു താഴ്ന്ന ജാതിയായ മാലി സമുദായത്തിൽ ജനിച്ച അദ്ദേഹം ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ ശക്തമായ പ്രസ്ഥാനം കെട്ടിപ്പടുത്തു. താഴ്ന്ന ജാതിക്കാരുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഈ അടിച്ചമർത്തലിൽ നിന്ന് മോചനം സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും അതിനായി സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്തു. അതുപോലെ ദക്ഷിണേന്ത്യയിലെ കാര്യമെടുത്താൽ 1920കളിൽ ഇ.വി. രാമസ്വാമി നായിക്കരുടെ നേതൃത്വത്തിൽ നടന്ന ആത്മബഹുമാന പ്രസ്ഥാനം അഥവാ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ബ്രാഹ്മണേതര സമുദായങ്ങളിൽ വലിയൊരു ഉണർവുണ്ടാക്കി. പുരോഹിതന്മാരില്ലാതെയുള്ള വിവാഹങ്ങൾ അവർ പ്രോത്സാഹിപ്പിച്ചു. നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന അദ്ദേഹത്തിന്റെ ദാർശനികമായ മുദ്രാവാക്യം കേരളീയ സമൂഹത്തിന്റെ അടിത്തറ തന്നെ മാറ്റിമറിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ സാമൂഹ്യ സാഹചര്യങ്ങളുടെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് അത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് കുറച്ചുകൂടി വിപ്ലവകരമായി മാറ്റിയെഴുതുകയുണ്ടായി. ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ഇടപെടലുകളാണ് പിന്നീട് ഈ പോരാട്ടത്തെ ദേശീയ തലത്തിൽ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയത്. 1927 മാർച്ചിൽ മഹാരാഷ്ട്രയിലെ മഹദിൽ അദ്ദേഹം നയിച്ച സത്യാഗ്രഹം ഇതിനൊരു ഉദാഹരണമാണ്. തീർച്ചയായും. താഴ്ന്ന ജാതിക്കാർക്ക് കുടിവെള്ളം നിഷേധിക്കപ്പെട്ടിരുന്ന ചൗദാർ ടാങ്കിലേക്ക് 2500ഓളം ആളുകളുമായി അദ്ദേഹം മാർച്ച് ചെയ്യുകയും അവിടെ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു. കേൾക്കുമ്പോൾ വെറുമൊരു കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നതല്ലേ എന്ന് തോന്നാമെങ്കിലും അതൊരു വലിയ വിപ്ലവമായിരുന്നു. അതെ, വളരെ വലിയ വിപ്ലവം. ആയിരക്കണക്കിനു വർഷങ്ങളായി നിലനിന്നിരുന്ന ശുദ്ധാശുദ്ധങ്ങളുടെ നിയമത്തെ പരസ്യമായി ലംഘിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നീട് ദളിതരുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ്സ് ഫെഡറേഷൻ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനൊപ്പം മഹാത്മാഗാന്ധിയും അയിത്തത്തിനെതിരെ ശക്തമായി പോരാടി. 1932ൽ അദ്ദേഹം ദളിതരുടെ ഉന്നമനത്തിനായി ഓൾ ഇന്ത്യ ഹരിജൻ സംഘ് സ്ഥാപിച്ചു. അപ്പോൾ ഇതെല്ലാം അർത്ഥമാക്കുന്നതെന്താണ്? ഈ നേതാക്കൾ വെറുതെ ലേഖനങ്ങൾ എഴുതുകയോ പ്രസംഗിക്കുകയോ മാത്രമല്ല, തെരുവിലിറങ്ങി സമരം ചെയ്യുകയായിരുന്നു. അതെ, ഈ വ്യവസ്ഥിതിയോടുള്ള അവരുടെ വിയോജിപ്പിന്റെ ആഴം മനസ്സിലാക്കാൻ അവരുടെ വാക്കുകൾ തന്നെ ശ്രദ്ധിക്കണം. അംബേദ്കർ ഒരിക്കൽ ചോദിച്ചത് ഇങ്ങനെയാണ്: കത്തോലിക്ക സഭയുടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഉയർന്നുവന്ന വോൾട്ടയറെ പോലെ ഒരു ചിന്തകൻ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ബ്രാഹ്മണർക്കിടയിൽ നിന്നുണ്ടാവാത്തത്? കാരണം അങ്ങനൊരു വോൾട്ടയർ ഉയർന്നുവന്നാൽ അത് അവരുടെ തന്നെ ആധിപത്യം തകരുന്നതിന് കാരണമാകും. എത്ര ആഴത്തിലുള്ള നിരീക്ഷണമാണത്! അതെ. മറുഭാഗത്ത് മഹാത്മാഗാന്ധി മുന്നറിയിപ്പ് നൽകിയത് അയിത്തം എന്നത് ഹിന്ദുമതത്തിന് ജീവൻമരണ പോരാട്ടമാണ്, അയിത്തം നിലനിന്നാൽ ഹിന്ദുമതം നശിക്കും എന്നാണ്. ഇതൊരു വലിയ ചിത്രവുമായി ബന്ധിപ്പിച്ചു നോക്കിയാൽ അന്നത്തെ ഈ തെരുവിലെ സമരങ്ങളും ആശയപരമായ പോരാട്ടങ്ങളുമാണ് പിന്നീട് സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. അംബേദ്കറുടെ നിരന്തരമായ പോരാട്ടങ്ങളുടെ ഫലമായാണ് നമ്മുടെ ഭരണഘടനയിൽ തൊട്ടുകൂടായ്മ നിരോധിക്കാനും തുല്യതയും സംവരണവും ഉറപ്പുവരുത്താനും നമുക്ക് കഴിഞ്ഞത്. വളരെ ശരിയാണ്. ഈ ചർച്ചയിലൂടെ നാം കടന്നുപോയ വിവരങ്ങൾ വെറുതെ ഓർമ്മിച്ചു വെക്കേണ്ട ചില വർഷങ്ങളും പേരുകളും മാത്രമല്ല. സതി നിരോധിച്ച 1829ലെ റെഗുലേഷൻ 17, 1856ലെ ഹിന്ദു വിധവാ വിവാഹ നിയമം, B.M. മലബാരിയുടെ ശ്രമഫലമായി വന്ന 1891ലെ ഏജ് ഓഫ് കൺസെന്റ് ആക്ട്, സരളാദേവി ചൗധുരാണിയുടെ ഭാരത് സ്ത്രീ മഹാമണ്ഡൽ, D.K. കാർവേ, ജ്യോതിറാവു ഫുലെ തുടങ്ങിയ വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം UPSC, PSC പരീക്ഷകൾക്ക് ഏറെ നിർണായകമാണ്. ഈ പേരുകളും വർഷങ്ങളും അവയ്ക്ക് പിന്നിലെ ചരിത്ര പശ്ചാത്തലത്തോട് ചേർത്ത് ഓർമ്മിച്ചാൽ ഉത്തരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താനാകും. നവീകരണ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഒരാധുനിക ഇന്ത്യൻ സമൂഹത്തിന് അടിത്തറ പാകിയതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. തീർച്ചയായും ആ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അതെ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി നൽകുകയാണ്. 19ാം നൂറ്റാണ്ടിലെ ഈ നവീകരണ നായകർ അക്കാലത്തെ അന്ധവിശ്വാസങ്ങളെ നേരിടാൻ പുരാതന ഗ്രന്ഥങ്ങളെയും യുക്തിചിന്തയും ആയുധമാക്കി. എന്നാൽ സത്യമെന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ തോന്നുന്ന ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഈ നവീകരണ നായകർ ജീവിച്ചിരുന്നെങ്കിൽ അവരെങ്ങനെയായിരിക്കും ഈ വ്യാജ വാർത്തകളുടെയും തെറ്റായ വിവരങ്ങളുടെയും ലോകത്തെ നേരിടുക? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.
നിങ്ങളുടെ അന്വേഷണങ്ങളും പഠനങ്ങളും തുടരുക. വീണ്ടും കാണാം.